വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൽ സ്നേഹം നിറഞ്ഞ ദൈവമക്കൾക്ക് ഏവർക്കും ക്രിസ്തുവേശുള്ള സ്നേഹ വന്ദനം. ഹല്ലേലൂയ. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാന വിഷയം എന്ന് പറയുന്നത് നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ എന്നല്ല. നമ്മളെക്കുറിച്ച് പലപ്പോഴും പലരും പറയുന്നവർ പ്രാർത്ഥിക്കുന്നവരാണ്. നിങ്ങൾ ബൈബിൾ കൊണ്ട് നടക്കുന്നവരല്ലേ എന്ന് നമ്മളെക്കുറിച്ച് പലരും പറയും. അതിനകത്തൊരർത്ഥവും ഇല്ല. അത് എനിക്ക് പറയാൻ ഇന്ന് സമയമില്ല, നമുക്ക് യൂത്ത് മീറ്റിംഗ് ഉള്ളതാണ്. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധനയാണ്. കർത്താവ് ശോധനയെന്ന് കാര്യമല്ല, നമ്മൾ തന്നെ ഒന്ന് പരീക്ഷിക്കാൻ. ഞാൻ 1-2 അവസരങ്ങൾ മാത്രമേ തന്നിട്ട് വേഗത്തിലെ ഇന്നത്തെ ശുശ്രൂഷ തീർക്കാൻ ഞാൻ ആഗ്രഹിക്കണം. നമുക്ക് ഉറപ്പാക്കണം ദൈവമക്കളെ, നഷ്ടം വന്നാൽ നമ്മുടെ നിത്യത മുഴുവനും നമുക്ക് നഷ്ടം വരും. ഇവിടുത്തെ ഇപ്പം നിങ്ങൾക്കോ എനിക്കോ ഒരു 10 ലക്ഷം രൂപ നഷ്ടപ്പെട്ടാൽ നമുക്ക് ബുദ്ധിയും ആരോഗ്യവും കഴിവും തന്നാൽ നമുക്കത് വീണ്ടും ഉണ്ടാക്കാം. അതിനകത്ത് പറഞ്ഞില്ലേ, ഇന്ന് അതുപോലെ നഷ്ടപ്പെട്ട കഷ്ടം വന്ന ഒരുപാട് പേര് ഉയർച്ച പ്രാപിച്ചത് നമ്മുടെ കൺമുമ്പിൽ കണ്ടിട്ടുണ്ട്. നമ്മളെ ദൈവത്തിന് മാനിക്കാൻ കഴിയും. എന്നല്ലാതെ നഷ്ടം വന്നാൽ നികത്താവുന്നു. പക്ഷെ ഈ നഷ്ടം ഇത് ഇറ്റേണലാണ്, നിത്യത മുഴുവനും. പിന്നെ അവിടെ നിന്ന് നഷ്ടത്തിൽ നിന്ന് നമുക്ക് മോചനം പ്രാപിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ? അതെങ്ങനെ പാസ്റ്ററെ ഞങ്ങൾക്കറിയാം? ഹലോ, നിങ്ങൾക്കറിയാൻ പറ്റും. നിങ്ങൾ ധരിച്ചിരിക്കുന്ന, ഇവിടെ ആരെങ്കിലും സ്വർണം ധരിച്ചവരുണ്ടെങ്കിൽ, നിങ്ങൾ ധരിച്ചിരിക്കുന്ന സ്വർണം തനി സ്വർണമാണോ അതോ പൂച്ചാണോ? പരിശോധിച്ചാൽ അറിയാൻ പറ്റും, ഇല്ലേ? പരിശോധിച്ചാൽ അറിയാൻ പറ്റും. അത് വേണ്ടവണ്ണം പരിശോധിക്കേണ്ടടുത്ത് പരിശോധിച്ചാൽ അതിനകത്ത് എത്രമാത്രം ചെമ്പ് ചേർന്നിട്ടുണ്ടെന്നും എത്രമാത്രം തങ്കമുണ്ടെന്നും ഒക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. ഇതുപോലെ നിങ്ങളുടെ വിശ്വാസം പരിശോധിക്കാൻ ദൈവം നമ്മളോട് പലത് എനിക്കത് കൂട്ടിച്ചേർത്തൊന്ന് പറയാൻ ആഗ്രഹമുണ്ട്. ഞാൻ അതുകൊണ്ട് ചുരുക്കാൻ ആഗ്രഹിക്കുകയാണ്. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്ന, യാക്കോബ് പറയുന്നത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം. എല്ലാവരും യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-2 അവിടെ താഴത്തോട്ടൊന്ന് വായിച്ച് നോക്കിയാൽ മതി. 3-ാം അധ്യായത്തിന് 1 മുതൽ വായിച്ചാൽ മതി. നാക്കിനെ ഒന്ന് പരിശോധിച്ചാൽ മതി. നിങ്ങളുടെ വാക്കുകളെ ഒന്ന് പരിശോധിച്ചാൽ മതി. സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകം ഉപദേഷ്ടാക്കന്മാരാകരുത്. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവൻ കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി പൂർത്തിയുള്ള പുരുഷനാകുന്നു. ഒരു പുരുഷനായിട്ടാണ് നമ്മളെ കർത്താവ് കാണുന്നത്. പുരുഷൻ, ക്രിസ്തുവിന്റെ പുരുഷത്വത്തിലേക്ക് നമ്മൾ വളർച്ച പ്രാപിക്കണമെങ്കിൽ നമ്മൾ അധികം ശിക്ഷാവിധി വരാതിരിക്കാൻ ഉപദേഷ്ടാക്കന്മാരാകണം. ഉപദേഷ്ടാവായി കഴിഞ്ഞാൽ പറയുന്ന ഓരോ വാക്കിനും നമ്മൾ കണക്ക് ബോധിപ്പിക്കണം. ചുമ്മാ അത് പറയരുത്. അറിവിൽ നിന്നും ലോകത്തിൽ പറയാം. സഭയ്ക്കകത്ത് നമ്മുടെ അറിവ് പറയാനുള്ള സ്ഥലമല്ല, നമ്മുടെ ബോധ്യങ്ങളെ പറയാനുള്ള സ്ഥലമല്ല, ദൈവാത്മാവ് തരുന്നത് മാത്രം പറയാനുള്ള സ്ഥലമാണ്. അങ്ങനത്തെ ദോഷങ്ങൾ എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. ദൈവാത്മാവ് പറയുന്നതെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് ഞാൻ പല ഉപദേശങ്ങളും സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അനേകർക്ക്. അത് വചനത്തിൽ നിന്നാണ്. പക്ഷേ എൻ്റെ ഉള്ളിൽ അത് ചില ബോധ്യങ്ങളുടെ വെളിച്ചത്തിനാണ് പറഞ്ഞത്. എന്നാൽ ദൈവാത്മാവ് പറയുന്നത് നാവിനെ നിങ്ങൾ നിയന്ത്രിക്കണം. എല്ലാവരും പലതിനും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവൻ കടിഞ്ഞാട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകും. നാവ് നിയന്ത്രിക്കപ്പെടണം. ഒരൊറ്റ നാവ്, അതിനകത്തുനിന്ന് നന്മയും അതിനകത്തുനിന്ന് ഒരാളുടെ കുറ്റവും പറയുന്നു. ഒരാളുടെ കുറ്റം പറയുന്ന നാവ്
ഉണ്ടോ? കുറ്റം കണ്ടെത്തുന്ന കണ്ണുണ്ടോ? കുറ്റം കണ്ടെത്തുന്ന ഒരാളുടെ കുറ്റം, നിങ്ങളിൽ ഒരാളുള്ളപ്പോൾ ഞാൻ നിങ്ങളുടെ കുറ്റം പറയത്തില്ല. നിങ്ങളില്ലാത്തപ്പോൾ നിങ്ങളുടെ കുറ്റം കാണുകയും കുറ്റം പറയുകയും ചെയ്യുന്ന ഒരു മനസ്സോ ചിന്തയോ നാവോ കണ്ണോ എനിക്കുണ്ടെങ്കിൽ ഞാൻ വിശ്വാസത്തിലല്ല. ഒന്ന് എഴുതിയേക്കണം കേട്ടോ. വിശ്വാസത്തിൽ ആയിരിക്കുന്ന ഒരുവൻ കുറവ് പറയും. സ്നേഹത്തിൽ നിന്ന് മക്കളുടെ കുറവ് നമ്മൾ ചൂണ്ടിക്കാണിക്കും. അവരെ ഒരിക്കലും നമ്മൾ കുറ്റപ്പെടുത്താറില്ല. കുറ്റപ്പെടുത്തുന്നത് അവൻ്റെ നാശത്തിന് വേണ്ടിയിട്ടാണ്. അവനോട് സ്നേഹമില്ലാതെ വന്നിട്ടാണ്. തെറ്റ് തിരുത്തി കൊടുക്കാം. അതുകൊണ്ട് തെറ്റ് തിരുത്താതിരിക്കരുത്, കുറവ് പറയാതിരിക്കരുത്. സ്നേഹത്തിൽ മുഖാമുഖമായിട്ട് നമ്മൾ ഇന്ന് പറയണം. ഇല്ലെങ്കിൽ എന്തു പറ്റുമെന്നറിയാമോ? അനേകർ ഇന്നത്തെ സോഷ്യൽ മീഡിയ പരിശോധിച്ച് നോക്കിയാൽ മതി. ഈ പുസ്തകവും പിടിച്ച് പതിനായിരങ്ങളുടെ സഭ നടത്തുന്ന ശുശ്രൂഷകന്മാരുടെ വായിൽ നിന്ന് വീണ വാക്കുകളും അവരുടേതായിരിക്കുന്ന പ്രവൃത്തികളും മൂലം ലോകത്തിൽ തന്നെ ദൈവനാമം ദുഷിക്കുന്നു. ലോകത്തിൽ ജാതികൾ ദൈവത്തിൻ്റെ നാമത്തെ ദുഷിക്കുന്നു. ഇവനൊക്കെയാണോ ഈ പുസ്തകം പിടിക്കാൻ യോഗ്യതയെന്ന് പറയുന്നു? പ്രിയപ്പെട്ടവരെ, ആരല്ല, കുറച്ചു പേര് ന്യായീകരിക്കും. എന്നാൽ അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം. അതാണ്, കുറച്ചു പേരെ ന്യായീകരിക്കും. എന്നാൽ നമുക്ക് ആരുടെയും കുറ്റം കാണണ്ട. അത് അദ്ദേഹത്തിൻ്റെ ബലഹീനതയായിരിക്കാം, അത് അദ്ദേഹത്തിൻ്റെ ബലഹീനതയായിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണം. ഒരു ഉറവയിൽ നിന്നും മധുരമുള്ള വെള്ളവും കയ്പുള്ള വെള്ളവും പുറപ്പെടുമോ? ഹലോ, നിങ്ങളുടെ നാവ് മധുരമുള്ള വെള്ളം പുറപ്പെടുന്ന നാവാണോ? മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന നാവാണോ? മറ്റുള്ളവരുടെ നന്മ പറയുന്ന നാവാണോ? നിങ്ങളുടെ നാവുകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാവുകളാണോ? എങ്കിൽ അരക്കിട്ടുറപ്പിച്ചോ, എഴുതി ഒപ്പിട്ടോ, നിങ്ങൾ ക്രിസ്തു വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. യാക്കോബിന് പല കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഞാൻ ആ ഭാഗത്ത് നിൽക്കുന്നില്ല. പത്രോസിൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. 1 പത്രോസ് 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചാൽ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കെല്ലാം ദൈവത്തിന്റെ ഇഷ്ടത്തിനൊക്കെ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. മോളെ അതിന്റെ 12-ാം വാക്യം കൂടെ വായിച്ചു. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുന്നവരും സന്തോഷിച്ചുകൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. സ്തോത്രം. രണ്ടാമത്തെ, നമ്മൾ ഒരേ കല്ലിൽ ഈ സ്വർണ്ണം, നമ്മുടെ വിശ്വാസം സ്വർണം നമ്മൾ തന്നെ പരിശോധിക്കുക. ദൈവം പരിശോധിക്കും കേട്ടോ. നമ്മൾ തന്നെ പരിശോധിക്കുകയാണ്. കഷ്ടത വരുമ്പോൾ ഒരു അപൂർവ കാര്യം, ഇത്രയും പ്രാർത്ഥിക്കുന്ന എനിക്ക്, ഇത്രയും ദൈവത്തെ സ്നേഹിച്ചിട്ട് എന്ത് എനിക്കിത് വന്നു? ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടോ? നിങ്ങൾ വിശ്വാസത്തിലല്ല. നിങ്ങൾക്ക് ക്രിസ്തു നിങ്ങളുടെ തലയല്ല. ഹല്ലേലൂയ. കർത്താവിനെ വിശ്വസിക്കുന്ന ഒരു ദൈവപൈതലിന് ദൈവത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ അവകാശമില്ല. നമ്മുടെ ദൈവം സോവറിൻ ഗോഡാണ്. അവൻ്റെ പരമാധികാരത്തെ, അവന് നമ്മളെ തല്ലുവാനും നമ്മളെ രക്ഷിക്കാനും അധികാരമുണ്ട്, കൊല്ലുവാനും ജീവിപ്പിക്കാനും അധികാരമുണ്ട്. അവനെ നമ്മളെ ഉയർത്തുവാനും താഴ്ത്തുവാനും അധികാരമുണ്ട്. അവൻ നമ്മളെ ഏതവസ്ഥയിൽ കൂടെ വിട്ടാലും, ഹല്ലേലൂയ, നാനാ പരീക്ഷകളിൽ കൂടെ നമ്മൾ വിട്ടേക്കും. അപ്പോൾ സന്തോഷം നിങ്ങൾക്ക് വരുന്നുണ്ടോ? ഇവിടെ ഉണ്ട് എല്ലാവരും. നിങ്ങൾ വിശ്വാസത്തിലാണോ? കഷ്ടതയിൽ സന്തോഷിക്കുന്ന ഹൃദയം നിങ്ങൾക്കുണ്ടോ? കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ ശക്തിയരുൾക, ഭക്തിയിൽ പൂർണ്ണനാക്കുക. ഇത് നിന്ന് വേണ്ടല്ലോ. കഷ്ടതയിൽ എന്ത് പാട്ടുപാടാണ്? കഷ്ടതയിൽ കരയിൽ ഞങ്ങൾ ഉപവസിക്കും. കഷ്ടതയിൽ പാട്ടുപാടി ആനന്ദിക്കുന്ന ഒരു ദൈവപൈതൽ, അവൻ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. അവൻ ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ? അഗ്നിശോധന നിസാരമല്ല.
തീക്കകത്തുകൂടെയാണ് ഈ പൊന്നിനെ കടത്തിവിടുന്നത്. തീക്കകത്തുകൂടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് പൊന്നിനേക്കാൾ വിലയേറിയതാണ്. പൊന്ന് തീക്കകത്തൂടെയാണ് പരിശോധിക്കപ്പെടുന്നത്. നിന്റെ വിശ്വാസം പരിശോധിക്കപ്പെടട്ടെ. അപ്പോൾ സന്തോഷത്തോടെ എനിക്ക് എന്ത് ചെയ്യുന്നു? എൻ്റെ 13ാമത്തെ വാക്യം പറയുന്ന കഷ്ടങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുന്നവർ സന്തോഷിച്ചുകൊള്ളുവിൻ. ദൈവദാസൻ നിങ്ങളെ ഒന്ന് വഴക്ക് പറഞ്ഞാലോ, നിങ്ങളെ പരസ്യമായിട്ടൊന്ന് ശാസിച്ചാലോ നിങ്ങൾക്ക് സന്തോഷം വരുമോ? ദൈവദാസൻ പരസ്യമായിട്ട് നിങ്ങളുടെ ഒരു കുറവ് ചൂണ്ടിക്കാണിച്ചാൽ നിങ്ങൾക്ക് സന്തോഷമാകുമോ? ദൈവദാസൻ കണ്ണടച്ച് പ്രാർത്ഥിച്ച് ആമേൻ പറഞ്ഞപ്പോൾ, ആശീർവാദം പറഞ്ഞ ആമേൻ പറഞ്ഞപ്പോൾ ആളില്ല സ്ഥലത്ത് ആൾ പോയി. കാരണം എന്താ? ഉള്ളിൽ കയ്പ് വന്നു. അല്ലെങ്കിൽ സന്തോഷം നഷ്ടപ്പെട്ടു പോയി. എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്നെങ്കിൽ ഈ ലോകം മുഴുവനും ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ തല ക്രിസ്തുവല്ല എന്നുള്ളതാണ്. നിങ്ങൾ വിശ്വാസത്തിൻ്റെ പരിശോധനയിൽ ഇത് തിരുത്തണം. അതിനെ സന്തോഷിക്കാൻ കർത്താവുമായിട്ട് ഒന്നിച്ചു നിൽക്കണം. ഞാൻ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ മനസ്സിലായോ? ഒന്ന്, നാവ് ഒരാളുടെ കുറ്റം പറയാനും കാണാനും എൻ്റെ കണ്ണും എൻ്റെ നാവും എൻ്റെ ഇന്ദ്രിയങ്ങളിൽ പോകത്തില്ല. നാവിനെ കടിഞ്ഞാനിടാൻ പറ്റുന്ന ഒരു വ്യക്തി ലോകത്തിലില്ല. നമ്മളെ എങ്ങനെയെങ്കിലും കടിഞ്ഞാട്ട് കുറച്ചു നേരം സൂക്ഷിക്കും. പരിശുദ്ധ ആത്മാവിനാൽ അല്ലാതെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമ്മുടെ നാവിനെ കടിഞ്ഞാനിടാൻ പറ്റത്തില്ല. 2, കഷ്ടങ്ങൾ, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ. അതെന്താ? നിങ്ങളിവിടെ നന്മ ചെയ്തു. നിങ്ങളിവിടെ നന്മ ചെയ്തപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു അത് വേണ്ട, അത് ആവശ്യമില്ലാത്ത കാര്യമായി പോയി. പോയി എന്ത് ചെയ്തു? ക്ഷീണിച്ചു പോയി. ആളിന് സങ്കടമായി പോയി, ആളിന് ദുഃഖമായി പോയി. അതിൻ്റെ അർത്ഥം നിങ്ങൾ വിശ്വാസത്തിലാണോ എന്ന്. അപ്പോൾ യാക്കോബ് പറഞ്ഞത് അങ്ങനെ, പത്രോസ് പറഞ്ഞത് ഇങ്ങനെ. പിന്നെ യോഹന്നാൻ എന്താ പറയുന്നത്? നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഞാൻ അത് ആ സ്നേഹത്തിൽ ഒന്ന് ഓർപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം, 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 9 മുതൽ ഒന്ന് വായിക്കാമോ? ഉറക്കെ സ്ഫുടമായിട്ട് ശക്തമായിട്ട് മൈക്ക് അടുത്ത് പിടിക്കുക. വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിലിരിക്കുന്നു. സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു, ഇടർച്ചയ്ക്ക് അവനിൽ കാരണമില്ല. സഹോദരനെ പകയ്ക്കുന്നവനോ ഇരുട്ടിലിരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. ഇരുട്ട് അവന്റെ കണ്ണ് കുരുടാക്കുകയാൽ എവിടേക്ക് പോകുന്നു എന്നവൻ അറിയുന്നില്ല. കേട്ടല്ലോ? ദൈവത്തെ സ്നേഹിക്കുന്നൊന്നും വലിയ തെളിയിക്കൊന്നും വേണ്ട. തൊട്ടിടത്ത് വശത്ത് തൊട്ട് വലത്തുവശത്തിരിക്കുന്ന എൻ്റെ സഹോദരനോടുള്ള സഹോദരിയോടുള്ള മനോഭാവം ഇവിടെ വന്നിട്ട് ഒന്ന് കൈ കൊടുക്കാതെ, ഒന്ന് ചിരിക്കാതെ, ദുഃഖം പങ്കുവെക്കാതെ പോകുന്ന നമ്മളോടാണ് കർത്താവ് പറയുന്നത്. സഹോദരനെ ഹല്ലേലൂയ വെളിച്ചത്തിൽ ഇരിക്കുന്നെന്ന് പറയുകയും, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഇന്ന കർത്താവ് വന്നാൽ ഞാൻ പറക്കുമെന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നു. നമ്മൾ വളരെ പകയ്ക്കുന്നുണ്ടോ? നമ്മൾ ഭയങ്കര ബുദ്ധിമാന്മാരല്ലേ? നമുക്ക് പകയേ ഉള്ളു. പക്ഷെ നമ്മൾ അഭിനയിക്കുക എങ്ങനെ? സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇരുട്ടിനകത്താണ്. അവൻ ക്രിസ്തുവിൻ്റെ നാമം കണ്ടിട്ടില്ല. അവൻ ദൈവപ്രവൃത്തിയെ അവൻ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് പരിശോധിച്ച് നോക്കിയിട്ട് നമ്മുടെ നിത്യതയെ ഇത് ബാധിക്കുമെന്ന് മനസ്സിലാക്കണം. ആരായി സഹോദരൻ? നിന്നെ എല്ലാ കുറ്റവും പറയുന്ന ആള്, നിന്റെ എല്ലാ കുറവും ചൂണ്ടിക്കാണിക്കുന്നയാളാണ് നിന്റെ സഹോദരൻ. നിന്റെ ആവശ്യത്തിന്, നിന്റെ അടുത്തിരിക്കുന്ന ആവശ്യത്തിനെങ്കിലും സഹോദരൻ, ഞാനങ്ങനെ ആവശ്യം ചോദിച്ചിട്ട് വേണ്ടേ? അവൻ്റെ ആവശ്യം, എൻ്റെ ആവശ്യം എല്ലാവരും അറിയണം. എൻ്റെ ആവശ്യം എല്ലാവരും അറിയണം. എനിക്ക് ആരുടെങ്കിലും ആവശ്യം അറിയണോ? ഹലോ, ഇവിടെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അറിയുന്നിടത്തുണ്ട്. ഭാഷ എനിക്ക് കൊടുക്കാൻ വല്ലതും വേണ്ടേ? മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അറിയുന്നവനാണ് വെളിച്ചത്തിലിരിക്കുന്നവൻ. അവൻ വിശ്വാസത്തിലിരിക്കുന്നു. എന്താ മറ്റുള്ളവരുടെ ആവശ്യം? ഇന്ന് പറയാൻ പോലും നമുക്ക് മാടിയാ ചോദിക്കുക, എന്തുണ്ട് വിശേഷം, എങ്ങനെ പോകുന്നു,
മകനെ എന്ന് ചോദിച്ചാൽ എല്ലാം സംഗതി ആകപ്പാടെ കുഴിക്കാത്തായിപ്പോയി. പക്ഷെ നമ്മൾ മിണ്ടത്തില്ല. എന്തോ പറഞ്ഞാൽ ചെറുട് പറയുന്നത് പാസ്റ്ററോട് പറഞ്ഞാൽ അത് പിന്നെ എല്ലാവരുടെ അടുത്തും പാസ്റ്റർ പറയും. പ്രാർത്ഥിക്കാനൊന്നും സഭയെ പ്രത്യേകം പറയും. സഭയിൽ എല്ലാവരുടെ അടുത്തും പറയരുത് പാസ്റ്ററെ, ആരും അറിയണ്ട പാസ്റ്ററെ. അവരിരുട്ടിലാണോ വെളിച്ചത്തിലാണോ? അവർ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നെന്ന് പറയുന്നത് സത്യമാണോ? ചിലർ പറയുന്നത് പക്ഷേ പറയരുത്, പറഞ്ഞെന്നാ പിന്നെ നമ്മുടെ പരിപാടി നടക്കത്തില്ലെന്ന് പറഞ്ഞു. ഇവർ ഇന്ന് പിന്നെ മന്ത്രവാദം ചെയ്ത് നമ്മുടെ നന്മയെ മുടക്കുമെന്നാണ് പറയുന്നത്. ആരും പറയണ്ട. സമയം കഴിഞ്ഞിട്ട് എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് എല്ലാം വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നോ? ഈ ഉരകലിനകത്ത് സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിലാണ്. അവിടെ 10-ാം വാക്യം വായിച്ചത്, സഹോദരനെ സ്നേഹിക്കുന്ന വെളിച്ചത്തിൽ വസിക്കുന്നു, ഇടർച്ചയ്ക്കവനിൽ കാരണമില്ല. സഹോദരനെ സ്നേഹിക്കുന്നവൻ അവൻ്റെ ദുഃഖമറിയും, അവൻ്റെ വേദന അറിയും. എല്ലാവർക്കും കൊടുത്തൊന്നുമല്ല സ്നേഹം വെളിപ്പെടുത്തേണ്ടത്. പറ്റുമെങ്കിൽ നമ്മളെ കഴിയുന്നത് പോലെ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. പക്ഷേ അവൻ്റെ വേദന ദൈവം മുമ്പാകെ അറിയിക്കണം. വരേണ്ടതാണ് അതല്ലേ, അതവരൊന്ന് കിട്ടേണ്ടത്, അനുഭവിക്കട്ടെ ഈശ്വരി, എന്നിട്ടൊന്ന് മാനസാന്തരപ്പെടട്ടെ. നോ, അത് നിന്റെ ബുദ്ധി, ദൈവത്തിൻ്റെ ബുദ്ധി അതല്ല. അവൻ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അവനേക്കാൾ എത്രയോ ദുഷ്ടന്മാരും നീചന്മാരും ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും തെറ്റോ കുറ്റമോ വന്നെങ്കിൽ നിങ്ങളെ ഒട്ടിച്ച് നിങ്ങളെ പട്ടിണിക്കിട്ട് കടക്കണിയിലാക്കി രോഗിയാക്കുന്ന ദൈവമാണോ നമ്മുടെ ദൈവം? നമ്മുടെ ആ ദുർബുദ്ധി ഒന്ന് മാറണം. അവൻ ദുഷ്ടന്മാർക്കും നീതിമാന്മാർക്കും മഞ്ഞും മഴയും വെയിലും എല്ലാം കൊടുക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പിന്നെ ബാലശിക്ഷ നൽകുന്നതാണ്. ശിക്ഷണ നടപടിയുണ്ട്. ശിക്ഷണ നടപടി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മളെ മക്കളെ നമ്മൾ ഓരോന്ന് ബാലശിക്ഷ നൽകുന്നത് പോലെ ശിക്ഷണ, അതിനെ ഡിസിപ്ലിൻ ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഡിസിപ്ലിൻ ചെയ്യും, നമ്മൾ ശിക്ഷണത്തിലൂടെ നടത്തും. ഹല്ലേലൂയ. നിങ്ങൾ സഹോദരനെ സ്നേഹിക്കുന്നുണ്ടോ? എത്ര സഹോദരനെ സ്നേഹിക്കുന്നുണ്ട്? ഇവിടെ ചർച്ചിലുള്ള ഓരോ സഹോദരന്മാരുടെ വീട്ടിൽ നിങ്ങൾ ഈ വർഷം പോയോ? 2024 തീരാൻ പോകുന്ന ഈ വർഷം അവരുടെ വീട്ടിൽ നിങ്ങളൊന്ന് പോയോ? ഒന്ന് ചോദിച്ചോ, ഞങ്ങൾ വരട്ടെ എന്ന്. ഒന്ന് ഫോൺ കോൾ ചെയ്തോ? എന്തുണ്ട് അവരുടെ വിശേഷങ്ങളെന്നറിയാൻ. എന്നിട്ട് വിശ്വാസത്തിലറിയാൻ ഫോണിൽ പാസ്കതൊക്കെ പറയും, ഞങ്ങൾ വിശ്വാസത്തിലാണ്. നീ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി. സഹോദരനെ കാണാനുള്ള കൊതിയില്ല. പ്രൈസ് ദി ലോർഡ്. സഭായോഗത്തിൽ അല്പം നേരത്തെ വന്നു. എന്തിനാ? വരുന്നവരുമായിട്ട് അല്പം നേരം വിശേഷങ്ങൾ പങ്കുവെക്കാൻ. സഭായോഗത്തിൽ വന്നിട്ടില്ല പലരും. ദൈവത്തെ സ്തോത്രം ചെയ്ത് അപ്പോഴാണ് പറയുന്നത്, സഭായോഗത്തിൽ നേരത്തെ വന്നിട്ട്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്, വിശ്വാസത്തിൽ നിങ്ങൾ ഇരിക്കുന്നുവോ? ആരും പറഞ്ഞു തരണ്ട, നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിക്കാൻ. 1-2 വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ നിർത്തട്ടെ. എബ്രായ ലേഖനം 5-ാം അധ്യായം. അത് വായിച്ച് മുഴുവൻ വായിക്കാനായിട്ടുള്ള സമയമില്ല. ഒന്ന് പറഞ്ഞ് ഒരു കാര്യം ഓർപ്പിച്ചിട്ട് ഒന്ന് പോകാം. 5-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യം. 14-ാം വാക്യം എന്ന് വായിക്കുക. കട്ടിയായിട്ടുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയാൻ തിരക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുടെ പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. ഇവിടെ പറയുന്നത് വിശ്വാസത്തിലിരിക്കുന്ന ആള് വളർച്ച പ്രാപിക്കും. ഇന്നലെ പാല് കുടിച്ചിരുന്ന കുഞ്ഞ് ഇപ്പം പാലുവിൻ്റെ കുഞ്ഞ് അവൾക്കല്പം മീനും ഇച്ചിരി ചോറും തിന്നാൻ തുടങ്ങി. പ്രൈസലോ. അപ്പോൾ ഞാൻ പറയുന്നത്, എന്നും പാലും കുടിച്ച് അമ്മയുടെ കിങ്കും കുടിച്ച് എഴുതിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എൻ്റെ വിടുതലിൻ്റെ സന്ദേശമൊക്കെ ഉണ്ട്. പറഞ്ഞേ എൻ്റെ പാസ്റ്ററെ, ഞങ്ങൾക്ക് ഈ ഭൂമിയിലെ കഷ്ടങ്ങളൊന്ന് മാറട്ടെ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിലിരുന്ന് കേൾക്കാം. ഇപ്പം എന്താണ്, ഇപ്പം നമുക്ക് ഉപദേഷ്ടാക്കന്മാർ ഇഷ്ടം പറഞ്ഞിട്ടുണ്ട്. ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുന്ന കാലമെന്ന് തിമോത്തിയോസിനോട് പൗലോസ് പറഞ്ഞു.
ഉപദേഷ്ടക്കന്മാരെ പെരുക്കും. എന്താ കാരണം? ഈ പാസ്റ്റർ പറഞ്ഞ പ്രസംഗം യൂട്യൂബിനകത്തുണ്ട്. ഒരു പ്രാവശ്യം കേൾക്കത്തില്ല. ഒരു പ്രാവശ്യം ഞങ്ങൾ കേട്ടപ്പോൾ തന്നെ മനസ്സുപെടുത്താ കേട്ടത്. പിന്നെ ഇനി ഒന്നുകൂടെ കേൾക്കാനോ? കേൾക്കത്തില്ല. പിന്നെ എന്ത് ചെയ്യും? വാല പറഞ്ഞില്ലേ, കാനാവിലെ വെള്ളം പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ കർത്താവ് ഇന്ന് നിന്റെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കും എന്നൊക്കെ പറയുന്ന ഈ നമ്മുടെ ഭൂമിയിലുള്ള നൽകുന്ന കാര്യങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് പറയുന്നതോട് ഇന്ന് ചെങ്കടലിൻ്റെ നടുവിൽ കൂടെ അവരിതാ ഒരു വഴി തുറക്കുന്നു. ചെങ്കടൽ മാറത്തില്ല, നിനക്കൊരു വഴി അവിടെ അതിൻ്റെ ഇടയ്ക്കൂടെ തുറക്കും. ഓ പ്രൈസ് ദി ലോർഡ്, എനിക്ക് വേണ്ടി ഒരു വഴി തുറക്കും. സത്യമല്ലേ? വെള്ളം വീഞ്ഞാക്കിയ സത്യമല്ലേ? ചെങ്കടലിൽ സത്യമല്ലേ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇതുകൊണ്ട് നീ സ്വർഗ്ഗത്തിൽ പോകത്തില്ല. ചെങ്കടലിനെ പിളർന്ന് അക്കരെ കടത്തിയവരൊക്കെ മരുഭൂമിയിൽ ശവക്കുഴി തോണ്ടി. ചെങ്കടൽ കടന്ന് ചെങ്കടലിനെ തുറന്ന് അക്കരയ്ക്ക് പോയി. പക്ഷേ രണ്ടുപേരൊഴിച്ച് ബാക്കി എല്ലാവരും ചെങ്കടലിൽ ശവക്കുഴി എടുത്തവിടെ. മരുഭൂമിയിൽ ശവക്കുഴിയായിരുന്നവല്ലേ. അവർ കനാൻ നാട്ടിൽ പോയില്ല. നമുക്കത് മതിയോ? ശവക്കുഴിയെങ്കിൽ ശവക്കുഴി, നരകമെങ്കിൽ നരകം. ചെങ്കടലിൻ്റെ നടുവിലൊരു വഴി തുറക്കണം. അങ്ങനെയല്ല ദൈവമക്കളെ, നമുക്ക് വേണ്ടത് കട്ടിയായിട്ടുള്ള ആഹാരമാണ്. ക്രിസ്തുവിന്റെ ജീവനാണ് നമുക്ക് വേണ്ടത്. കട്ടിയായിട്ടുള്ള ആഹാരം കർത്താവ് കൊടുത്തപ്പോൾ എല്ലാവരും വിട്ടുപോയി. കർത്താവ് ചോദിച്ചു, എന്താ നിങ്ങൾ പോകാഞ്ഞത്? നാഥ, നിത്യജീവന്റെ വചനങ്ങൾ. കട്ടിയായിട്ടുള്ള ആഹാരം എന്താ? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നിന്റെ വിട്ടിയങ്ങൾ എവിടെ പോകും? നിത്യജീവന്റെ വചനം പറയാത്തടത്തെല്ലാം വെറും മായമുള്ള പാലാണ് കൊടുക്കുന്നത്. പാലുമല്ലത്, മായമുള്ള പാലാണ്. അതുകൊണ്ട് അവിടെ ഞാൻ പറഞ്ഞങ്ങ് നിർത്തുകയാണ്. ഇപ്പം 13 പറയുന്നത്, നിങ്ങൾ ശിശുവല്ല, വളർച്ച പ്രാപിക്കണം, എങ്കിലേ ദൈവത്തിന് മഹത്വം കിട്ടത്തുള്ളൂ. നിങ്ങൾ വിശ്വാസത്തിരിക്കുന്നത് പരിശോധിക്കണം. ഫിലിപ്പ് ലേഖനം 1:20-23. ഫിലിപ്പ് ലേഖനം 1:20-23 വായിച്ചോ. ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം കൊണ്ട് ക്രിസ്തുവിന്റെ ശരീരത്തിൽ ജീവനാൽ അകപ്പെട്ട മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഇവ രണ്ടിനാലും ഞാൻ ഒരുങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമല്ലോ. ഇവിടെ ശ്രദ്ധിക്കണ ദൈവമക്കളെ, മരണത്താലാകട്ടെ ജീവനാലാകട്ടെ അവന്റെ നാമം മഹത്വപ്പെടണം. മരണമെന്ന് കേൾക്കുമ്പോൾ, ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ, ഹാർട്ട് അറ്റാക്ക് എന്ന് കേൾക്കുമ്പോൾ ശാപം അല്ല. പൗലോസിന് അത് ശാപമല്ല. ജീവനാലാകട്ടെ, മരണം, ഞാൻ ജീവിക്കട്ടെ മരിക്കട്ടെ, അവന്റെ നാമം എന്നിൽ മഹിമപ്പെടണമെന്ന് മാത്രമേ. മരണം കൊണ്ട് ദൈവനാമം മഹത്വപ്പെടുമോ? തീർച്ചയായിട്ടും. നമ്മുടെ കഷ്ടത കൊണ്ട് ദൈവനാമം മഹത്വപ്പെടുമോ? തീർച്ചയായിട്ടും. നമ്മുടെ സന്തോഷം കൊണ്ട് ദൈവനാമം മഹത്വപ്പെടുമോ? ദൈവം അനുവദിക്കുന്ന ഏതവസ്ഥയിലും അവന്റെ നാമം മഹത്വപ്പെടണമേ എന്നെനിക്കുള്ളൂ. വിശ്വാസത്തിൽ ഇരിക്കുന്നവന്റെ ഒരു വാക്ക്. 23 വാക്ക് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുവാൻ കാംക്ഷയുണ്ട്. കർത്താവ് വരുമ്പോൾ പോകണമെന്നല്ല, ഇന്ന് മരിച്ച് സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഹലോ, ഇന്ന് മരിച്ച് സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടോ? നീ വിശ്വാസത്തില, അത് അത്യുത്തമമല്ലോ. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ പറയുന്ന വാക്കിനോട് ചേർന്ന് നമുക്കും പറയുവാനായിട്ട് ഇടയായി തീരട്ടെ. നമ്മൾ ഇന്ന് വായിച്ച വാക്യങ്ങൾ, നിങ്ങൾ ഏക മനസ്സും ഏക സ്നേഹവും ഐക്യമത്യവും ഏകഭാവവും ഉള്ളവരാണോ? ഇവിടെ ഇരിക്കുന്ന ഈ നമ്മുടെ 30, 40, 50 പേര് കൂടി വരുന്ന ഈ സഭയ്ക്കകത്ത് ഒരു മനസ്സും ഒരു സ്നേഹവും ഐക്യമത്യവും ഏകഭാവവും നിങ്ങൾക്കും എനിക്കും ഉണ്ടെങ്കിൽ നമ്മുടെ തല ക്രിസ്തുവാണ്. ഞാൻ വിശ്വാസത്തിലാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് പരിശോധിച്ചേ പറ്റൂ. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ ഇവിടെ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം ഒന്ന് എടുത്തപ്പോൾ 11 വായിക്കണം, പിന്നെ 21 വായിക്കണം, പിന്നെ 23 വായിക്കണം. ഇനി ഞാൻ ലോകത്തിലിരിക്കുന്നില്ല, ഇവരോ ലോകത്തിലിരിക്കുന്നു. ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന്
നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. ഇത് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയല്ല, കർത്താവിൻ്റെ പ്രാർത്ഥനയാണ്. കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. കർത്താവിൻ്റെ ദിവസങ്ങൾ കഷ്ടത്തിലേക്ക് താൻ പോകുകയാണ്. അതിനു മുമ്പ് തൻ്റെ പിതാവുമായിട്ട് താൻ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചത്. ഇത് മാത്രം എനിക്ക് നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു ദിവസം അതിനകത്ത് പറയുന്നത് 11-ാമത്തെ വാക്യം, ഇനി ഞാൻ ലോകത്തിലിരിക്കുന്നില്ല, ഇവരോ ലോകത്തിലിരിക്കുന്നു, ഞാൻ നിൻ്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളും. ഇവിടെയാണ് ദൈവിക തൃത്വം കർത്താവ് വെളിപ്പെടുത്തുന്നത്. പഴയ നിയമ വിശുദ്ധന്മാർക്ക് എല്ലാവർക്കും ഒന്നും ത്രിത്വത്തിൻ്റെ ദൈവത്തെ വെളിപ്പെട്ടില്ല. ക്രിസ്തീയത ത്രിത്വവിശ്വാസമാണ് നമുക്ക് വെളിപ്പെടുത്തുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇവർ 3 പേരും 3 വ്യക്തികളാണ്. ഹല്ലേലൂയ. ഏക ദൈവമാണ്. ഇവര് ഏക ദൈവം, 3 വ്യക്തികൾ. ഇവർ 3ഉം ഒറ്റ, അവരുടെ പർപ്പസ് ഒന്നാണ്. ഒറ്റ പർപ്പസേ അവർക്കുള്ളത്. എന്നാൽ അവരുടെ ഫങ്ഷനിങ്ങിൽ അവർ 3ആണ്. പിതാവല്ല പുത്രൻ, പുത്രനല്ല പരിശുദ്ധാത്മാവ്. പിതാവിൻ്റെ ഫങ്ഷൻ അല്ല പുത്രൻ്റെ ഫങ്ഷൻ, പുത്രൻ്റെ ഫങ്ഷൻ അല്ല പരിശുദ്ധാത്മാവിൻ്റെ ഫങ്ഷൻ. എൻ്റെ തലയല്ല എൻ്റെ ശരീരം, എൻ്റെ ശരീരത്തിൽ എൻ്റെ കൈ വേറെയാണ്, എൻ്റെ കാല് വേറെയാണ്. ഫങ്ഷനിങ്ങിൽ വ്യത്യാസമുണ്ട്. എൻ്റെ കണ്ണിൻ്റെ ജോലിയല്ല എൻ്റെ നാവിൻ്റെത്, എൻ്റെ നാവിൻ്റെ ജോലിയല്ല എൻ്റെ ചെവിയുടേത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവമാണ് ക്രിസ്തീയ വിശ്വാസം. അതെനിക്ക് വിവരിക്കാൻ നിങ്ങളുടെ മുമ്പിൽ സമയമില്ല. യേശു പറയുകയാണ്, പിതാവേ, നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ. എങ്ങനെ? ലോകസ്ഥാപനത്തിന് മുമ്പ്, ലോക സമയമുണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നാകണം. പിതാവ് പുത്രനെ അയച്ചത് ഞങ്ങൾ 2 അല്ല 1 വെളിപ്പെടുത്താനാണ്. പുത്രൻ പരിശുദ്ധാത്മാവിനെ അയച്ചത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് 1 വെളിപ്പെടുത്താനാണ്. പിതാവ് പുത്രനെ വെളിപ്പെടുത്തി, പുത്രൻ പരിശുദ്ധാത്മാവിനെ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പുത്രനെയും പുത്രൻ പിതാവിനെയുമാണ് വെളിപ്പെടുത്തിയത്. ഇതുപോലെ നമ്മൾ 2 മിനിറ്റ് കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് കാതലായൊരു സത്യമാണ്. നിങ്ങൾ വിശ്വാസത്തിലാണോ എങ്കിൽ ഇത് നിങ്ങളുടെ ഹൃദയത്തിനകത്തൊന്ന് കുറിച്ചിടണം, നിങ്ങളുടെ മനസ്സിൽ. നമ്മൾ ഒന്നായിരിക്കുന്ന പോലെ ഇവരൊന്നാകണം. യേശുവിൻ്റെ പ്രാർത്ഥന കേട്ടോണം. ഇവർ ഒരു കുടുംബമാണ് സഭ. ഹല്ലേലൂയ. ഇവിടെ അപ്പുറത്ത് വേറെ സഭ കാണും, ഇപ്പുറത്ത് വേറെ സഭ കാണും. ഇത് ദൈവം സ്ഥാപിച്ചൊരു കൊച്ചു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയ്ക്കകത്ത് കർത്താവിൻ്റെ ശരീരമാണിത്. നമ്മൾ ഒന്നാകണം. ആ മനോഭാവത്തോടെ പ്രാർത്ഥിക്കുന്നവർ, കർത്താവ് 1000 കാര്യം പ്രാർത്ഥിക്കേണ്ട. കർത്താവെ, ഞങ്ങളുടെ ചർച്ചിനകത്തുള്ള ഇന്ന സഹോദരൻ്റെ ബലഹീനത ക്ഷമിക്കണം, ഇന്ന സഹോദരിയുടെ ബലഹീനത ക്ഷമിക്കണം. ഞങ്ങൾ ഒന്നാണ്, ഒരു തലയുടെ, ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളാണ് ഞങ്ങൾ. ആ മകന് വേണ്ടി ഞാൻ ഇടിവിൽ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ, നമ്മൾ ഒന്നാണെന്നുള്ള ചിന്ത, നമ്മൾ ഇത്രയും പേർ ഒന്നാണ്. പോകാൻ മനസ്സ് തോന്നത്തിൽ ഇവിടുന്ന് ഉപവാസം എന്ന് പറയുമ്പോൾ വെളുപ്പിനെ ഇവിടെ വരും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സുവിശേഷ വേല എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ചാണ് പോകുന്നത്. ദൈവരാജ്യം നമ്മൾ 19, 20, 21 ദിവസങ്ങളിൽ നമ്മൾ ഉപവാസം ഇരിക്കുമ്പോൾ എല്ലാവരും ഞങ്ങൾ ഒന്നാണ്. അത് എനിക്ക് ഒരു ജോലിയില്ലാത്ത ആളിന് അന്ന് ജോലി ഉണ്ടാവും. ഇവിടെ ഞങ്ങൾ ഫുഡ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. പാചകത്തിന് ആളെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. അവസാനം പാസ്റ്റർ അറേഞ്ച് ചെയ്തു. ഇവിടെ വന്ന് പാസ്റ്റർ ചെയ്തു, ഫുഡും എല്ലാം വന്നിട്ട് അവസാനം വന്നോട്ട് അതെ ലീവ് എടുക്കാൻ പറ്റത്തില്ല. അതെ, അതിനൊക്കെ ദൈവസന്നിധി നമ്മൾ കണക്ക് കൊടുത്തേ പറ്റും. അതിനൊക്കെ ദൈവസന്നിധി ഓരോരുത്തരും എണ്ണിയാണ് കണക്ക് ബോധിപ്പിക്കണം. അതേസമയത്ത് ഒരു കല്യാണം പറഞ്ഞ തിരുവനന്തപുരത്ത് അന്ന് ലീവ് കിട്ടി. തിരുവനന്തപുരത്തെ കല്യാണത്തിന് ലീവ് കിട്ടി. ഇവിടെ വരാൻ എന്ത് ചെയ്യണം?
അന്ന് 10 രൂപ മുടക്കണ്ടേ? അതിനുവേണ്ടി എന്ന് വെച്ചാൽ നമ്മൾ ഒന്നല്ല ദൈവമക്കളെ, കർത്താവും ഞാനുമായിട്ട് ഒന്നല്ല. പിന്നെ എങ്ങനെ ശരീരമാകുന്ന നമ്മൾ തമ്മിൽ ഒന്നാകും? അതിൻ്റെ 21-ാമത്തെ വാക്യം, നീ എന്നെ ഐശ്വര്യക്കുന്നു. വായിച്ചു മതി. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും തമ്മിൽ ആകേണ്ടതിന് തന്നെ. കർത്താവിന്റെ ഹൃദയം വെളിപ്പെടുത്തുക. അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്. അടുത്തിരിക്കുന്ന സഹോദരിമാർ തമ്മിൽ പറഞ്ഞേ, നമ്മൾ ഒന്നാകേണ്ടതിനാണ് യേശു വന്ന് ഇവിടെ സഭ സ്ഥാപിച്ചത്. നമ്മൾ ഒന്നാകണം. ഇവിടെ സജനെ ഷാജിയോട് കൈ കൊടുത്തേ, കൈ കൊടുത്ത് പറഞ്ഞേ, നമ്മൾ ഒന്നാകണമെന്നൊന്ന് പറഞ്ഞേ. നമ്മൾ ഒന്നാണ് ദൈവമക്കളെ, നമ്മൾ ഒരു കുടുംബമാണ് ദൈവമക്കളെ, നമ്മൾ ഒരു ശരീരമാണ് ദൈവമക്കളെ. എൻ്റെ ചങ്ക് ഒന്ന് തുറന്ന് കാണിച്ചിരുന്നെങ്കിൽ നമ്മൾ ഒരു ശരീരമാണ്. നിങ്ങളുടെ വേദന എൻ്റെ വേദനയാകണം, എൻ്റെ വേദന നിങ്ങളുടെ വേദനയാകണം. എന്നിട്ട് ദൈവത്തിൻ്റെ തീ ഇറങ്ങിയില്ലെങ്കിലേ ചോദിക്കുക, കർത്താവേ എന്താ തീ ഇറങ്ങാത്തത്? നിങ്ങൾ ഇപ്പോഴും വിഘടിച്ചാണ് നിൽക്കുന്നത്, നിങ്ങളുടെ മനസ്സ് വിഘടിച്ചാണ് നിൽക്കുന്നത്. അതിന്റെ 21-ാമത്തെ വാക്യം വായിച്ചോളെ. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിനും ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിനും തന്നെ. ഐക്യത്തിൽ അവർ തികഞ്ഞവരായി തീരേണ്ടത്. പുത്രനെ വെളിപ്പെടുത്താൻ ഒറ്റക്കാരിയാണ്, ഞങ്ങൾ ഒന്ന്. പിതാവിന്റെ വാക്ക് കേട്ടിട്ടല്ലാതെ പുത്രൻ ഒന്നും ചെയ്യത്തില്ല. പിതാവിന്റെ ഇഷ്ടമില്ലാതെ പുത്രൻ ഒന്നും ചെയ്യത്തില്ല. ഇതുപോലെ നിങ്ങൾ ഒന്ന്. ഞാൻ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ എനിക്ക് വേണ്ടി. ഇതാണ് ന്യായപ്രമാണം പൂർത്തീകരിക്കുന്നത്. നിങ്ങൾ എനിക്ക് വേണ്ടി ചിന്തിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്നു. എവിടെയാണ് സെൽഫ് തുടങ്ങിയത്? ക്രിസ്തുവിനെ പുറത്ത് സെൽഫാണ്. ഞാനാണ് ജീവിക്കുന്നത്. ഞാൻ കുറെ നന്മ ചെയ്യും. തൃപ്തിപ്പെട്ടോ? നമ്മൾ ഒന്നൊന്നുമല്ല. ഞാൻ കുറെ നന്മ ചെയ്യും. എനിക്ക് കുറച്ച് നല്ലത് ചെയ്യാനുള്ള പവറുണ്ട്, ശക്തിയുണ്ട്, എനിക്ക് കഴിവുണ്ട്. ഞാൻ നന്മ ചെയ്യുന്നുണ്ട്. നിന്റെ സെൽഫാണ്, അത് ശാപത്തിന്റെ കീഴിലാണ്. ക്രിസ്തു അവർ ഒന്നായിരുന്നത് പോലെ നമ്മളും ഒന്നാകണം. എന്താണ് ഈ സഭയ്ക്കകത്ത് ഒരു ഭാരം വരാത്ത? എന്താ? ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ ഒന്നാക്കി തീർക്കാൻ. ഇതിനാണ് ശുശ്രൂഷ. ഈ ശുശ്രൂഷ ക്രിസ്തുവിൽ നമ്മൾ ഒന്നാകണം, നമ്മൾ തമ്മിൽ ഒന്നാകണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ സഭയുമായിട്ട് ഒരു മനസ്സുണ്ടോ? ഇല്ലെങ്കിൽ ദയവ് ചെയ്തിട്ട് ഞാനിവിടെ നിങ്ങളെ നിർബന്ധിച്ച് പിടിച്ചിരുത്തിയാലും ഇവിടെ വന്ന് ഒരു പ്രസംഗം പറയരുത്. നിങ്ങൾ അത് വരുന്നത് വരെ, നിങ്ങളുടെ ബലഹീനതയാണ്, അത് വരുന്നത് വരെ ഒരു പ്രസംഗം പറയരുത്. നമ്മൾ ഒന്ന്, നമ്മൾ രണ്ടല്ല. പിതാവ് പുത്രനുമായിട്ട് പറയുക, പിതാവ് നമ്മൾ ഒന്നായിരിക്കുന്ന പോലെ ലോകം ഉണ്ടാക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ഒന്നാ. ഇപ്പോഴും നമ്മൾ ഒന്നാ. ഇതുപോലെ ഇവർ ഐക്യത്തിലാകണം. ഹല്ലേലൂയ. നിങ്ങൾ എന്നോടൊന്ന് കൈപൊക്കിയിട്ട് ഞാൻ വിശ്വാസത്തിലെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കി പറഞ്ഞേ. അതില്ലെങ്കിൽ സഭയെന്ന് പോകേണ്ട കേട്ടോ. അതില്ലെങ്കിൽ സഭയെന്ന് പോകേണ്ട സഭ പറഞ്ഞു. അതുകൊണ്ടാകുന്നവരെ നിന്റെ ബലഹീനതയ്ക്ക് ആവശ്യകതാവും. നമ്മുടെ ബലഹീനതയ്ക്ക് ആവശ്യകതാവും. വിശ്വാസത്തിൽ വരണം നമ്മൾ. ഇല്ലെങ്കിൽ നിത്യതയിൽ പുകത്തില്ല. നമ്മൾ വിശ്വാസത്തിലല്ലാതെ നമുക്ക് നിത്യത അവകാശമാക്കാൻ പറ്റത്തില്ല. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം.